എന്താ ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്യണം. എന്താ ഓർഡർ ചെയ്യാൻ? എടാ ഇപ്പോഴാണ് കഴിച്ചു നീ? എടാ ബിരിയാണി. ബിരിയാണിയോ? ഇപ്പൊ എന്താ കഴിച്ചു നീ? ദോശ. വീട്ടില് വന്ന് കയറി, വീട്ടിൽ വന്ന് വെതിക്ക്. ഞാൻ ഇപ്പൊ പറയാം. നിനക്ക് എന്താ ബിരിയാണിയോ? വീട്ടിൽ വന്ന് അവൻ ആവശ്യമുള്ളത് വന്നപ്പോൾ തന്നെ കഴിച്ച്, ഉച്ചക്കലത്തെ ആഹാരം കഴിച്ച്, ഇവിടെ ഇരിക്കുന്ന ഫ്രിഡ്ജിനകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം അടുത്ത് കയറ്റി വയറ് ഫില്ല് ചെയ്ത് ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാൻ. ബിരിയാണി വേണ്ട. ആ കുഴിമന്തി മതി. കുഴിമന്തിയോ? കുഴിമന്തി സമയം ഇപ്പം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് 4 മണിക്ക് ട്രെയിൻ ഉണ്ട് നിനക്ക് എറണാകുളത്തേക്ക്. വിട്ട് കഴിഞ്ഞാൽ എറണാകുളത്ത് പോയിട്ട് നല്ല നിന്നെ വീട്ടിൽ അന്വേഷിക്കത്തുള്ളൂ. നിന്നെ ഒന്ന് ഞാൻ എന്റെ വീട്ടിൽ വന്നതല്ല ഉറങ്ങണം, പിന്നെ എന്തിനാ അന്വേഷിക്കണം? ഒരു വീട്ടിൽ വന്നിട്ട് കിടക്കുന്ന കിടപ്പുണ്ടോ വീടിന്റെ നടുക്ക് ഈ ഒന്ന് ഫുള്ള് വീടിന്റെ നടുക്ക് വീട്ടിൽ വന്ന ഒരാൾക്ക് വിശന്നിട്ട് ഫുഡ് ചോദിച്ചാണ് ഇത്ര പേരുത്ത് ഒരു വീട്ടിന്റെ നടുക്ക് വന്നു കഴിഞ്ഞാൽ നടുക്ക് കിടക്കുന്ന കിടപ്പാണിത്. വീടിന്റെ കുണം പിടിക്കുന്നതൊക്കെ എനിക്ക് വിശന്നിട്ടാടാ ഇത് കിടക്കുന്നേ. വിശന്ന് തളന്നിട്ട് എന്താടാ. ഇവിടെ അടുത്ത് വേറൊരു സൂപ്പർ കടയുണ്ട്, ഏവൂരെ കടയാ. എത്ര പേർക്ക് അറിയാന്നറിയില്ല, ചിലവർക്ക് അറിയാതിരിക്കും. ഏവൂരിൽ ഒരു സൂപ്പർ കടയുണ്ട്, നല്ല സൂപ്പർ ഉള്ളിവടയും പൊറോട്ടയൊക്കെ കിട്ടുന്ന ഒരു കടയാ. നീ മേടിച്ചു തരും? ഞാനല്ലെങ്കിലും മേടിച്ചു തരേണ്ടത്. 10 രൂപ. ഒരു 10 രൂപ ഇറക്കണം. 10 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ എനിക്ക് എന്താ കുഴപ്പമെന്താ? ഇത് എഴുന്നേക്കടാ, പോണ്ടേ? പോവാനുള്ള വണ്ടിക്കൂലി നീ തന്നെ. അപ്പൊ നീ ഇന്ന് വീട്ടിൽ പോകുന്നില്ലേ? വീട്ടിൽ ഇന്ന് പോകുന്നില്ല? അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവോ? ഫുഡ് കഴിച്ചിട്ട് പോകും. രാത്രിത്തെ ഫുഡും കൂടി കഴിച്ചിട്ട് പോകുന്ന പറഞ്ഞത്. അപ്പൊ അവൻ എന്തായാലും തീരുമാനിച്ചിട്ട് വന്നേ. എന്തായാലും കരുതി കൂട്ടി അവരുടെ വീട്ടിൽ നിന്ന് ഒന്നെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് ഉമ്മ എങ്ങാണ്ട് അടിച്ച് പുറത്തിറങ്ങിയത് കണ്ട എനിക്ക് വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ട് ആള് ഇവിടെ വന്ന് സെറ്റിലായി. ഇനി ഇവിടുന്ന് അവൻ പോകുന്ന നോക്കണ്ട. എനിക്ക് പോ. വെൽക്കം ടു ഡെയറിംഗ് സൂര്യ വ്ളോഗ്സ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാനും നജീബും കൂടെ പോയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടു കാണും. ആ കടയിൽ പോയിട്ട് ഫുഡ് മേടിച്ച് എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിച്ച്, എന്നിരുന്നാലും ഇത് റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ടെംപ്റ്റ് ആവുന്നുണ്ട്. മാത്രമല്ല ഈ ബീഫിന്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് ശരി, അത് കിട്ടിയിട്ട് ശരിക്കും വായിന്ന് വെള്ളം വരാൻ. ഞങ്ങൾ വെയിൽ പോകാൻ വേണ്ടിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്തു, കവർ നോക്കി ഇങ്ങനെ ഇരിക്കാം. ഓൾമോസ്റ്റ് 3/4 മണിക്കൂർ അങ്ങോട്ട് ഞങ്ങൾ നോക്കി ഇരിക്കുവായിരുന്നു ആ വെയിൽ പോകാൻ വേണ്ടിട്ട്. പിന്നെ വെയിലും പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാം സെറ്റ് ആക്കിയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഇപ്പോഴും വായിൽ വെള്ളമുണ്ട്, കാരണം ഞങ്ങളാണെങ്കിൽ ഈ ഫുഡ് മേടിച്ച എവിടെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടു കാണും. അറിയാവുന്നവർക്ക് മനസ്സിലായി കാണും. എന്നാലും ഞാൻ പറയുവാണ്, ഏവൂരുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കടയിൽ നിന്നാണ് ഞങ്ങൾ ഈ ഫുഡ് മേടിച്ചത്. കടയുടെ പേരെന്തോടാ സുമേഷ്? ഓർമ്മയില്ല, കടയുടെ പേര് എനിക്കറിയില്ല. ഞാൻ കാണാന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കാൻ പോയി കടയുടെ പേര്, വീടിന്റെ താഴെ തന്നെ. ആ ഏവൂരിലുള്ള, അതായത് 2 രൂപയുടെ 1 രൂപയുടെ ഉള്ളിവട ഒക്കെ കിട്ടുന്ന കടയില്ലേ, ആ കട തന്നെ. 5 രൂപയുടെ പൊറോട്ടയും. സോ ആ കടയിൽ നിന്നാണ് ഫുഡിലാണ് മേടിച്ചേക്കുന്നത്. അവിടുത്തെ റേറ്റ് എന്ന് വെച്ചാൽ 2 രൂപ, ഇത് രണ്ടും ഓരോ രൂപ. അതായത് ഉള്ളിവട 1 രൂപ, പരിപ്പുവട 1 രൂപ, 1 രൂപയാണ് ഈ ഐറ്റങ്ങളെല്ലാം. പിന്നെ പൊറോട്ടയ്ക്ക് വന്നിട്ട് 5 രൂപയും ബീഫ് കറിക്ക് വന്നിട്ട് 80 രൂപയാണ് റേറ്റ് അവിടുത്തെ. സോ മേടിച്ചിട്ടുണ്ട്. ക്യാമറ പിടിക്കുന്ന അവന് സുമേഷും കൂടെ കഴിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിച്ചിട്ട് ലാസ്റ്റ് അവനും കൂടി കഴിക്കും. ഞങ്ങൾ ഒന്നിച്ച് കഴിക്കാൻ പറഞ്ഞു. ആളുടെ ഒരു ഷൈ ടൈപ്പ് ആയതുകൊണ്ട്
കാണാം ആൾക്ക് അവൻ കഴിക്കുന്ന നാട്ടുകാരാണെന്ന് പറയണം. അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള ടേസ്റ്റ് പറയാം. തുടങ്ങാം ജീവേ. തുടങ്ങാം. എടാ സുമേഷ് നിന്റെ കൂടെ ഒന്നിച്ച് വെച്ചേക്കോ, കുഴപ്പമുണ്ടത്. സ്റ്റാർട്ട് ചെയ്യാം. കഴിച്ചോടാ. ഇതാണ് ഉള്ളിവട. അവിടുത്തെ 1 രൂപയാണ് ഈ ഉള്ളിവടക്ക്. കണ്ടോ കിട്ടുന്നുണ്ടോ? അടുത്ത കാണിച്ചേ. ഇതാണ് ഈ 1 രൂപയുടെ ഉള്ളിവടയാണിത്. ഇത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഞാൻ കഴിച്ചിട്ടുണ്ട്. അജീവ് ഫസ്റ്റ് ടൈം അല്ല. ഞാൻ കഴിച്ചല്ലേ, ഫസ്റ്റ് ടൈം കഴിച്ചു നോക്ക്. ബീഫ് കറിയിൽ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് തൊട്ടിട്ട് കഴിക്കുമ്പോ വായുന്ന എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ വിചാരിക്കത്തില്ലേ ഈ പ്രൈസ് കുറവായതുകൊണ്ട് ടേസ്റ്റിൽ എന്തെങ്കിലും കോംപ്രമൈസ് കാണുമെന്ന്. ഒരു കോംപ്രമൈസും ഇല്ല. സൂപ്പറായിട്ടുണ്ട്. അത് കഴിച്ച് നോക്കിയവർക്ക് അറിയാം. കാരണം അത് ആൾമോസ്റ്റ് ഫേമസ് ആയിട്ടൊരു കട തന്നെയാണത്. യൂട്യൂബിൽ ഓൾറെഡി കുറെ വീഡിയോസ് ഉണ്ട്. ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം മാറിയാണ് ആ ഒരു കട ഉള്ളത് തന്നെ. പിന്നെ വേറെ വെച്ചാൽ 1 രൂപ സാധനത്തിന് സൈസ് ചെറുതാണ്, എന്തായാലും ചെറുതാവുമല്ലോ. പക്ഷെ എന്നാലും 1 രൂപക്ക് വേണ്ട അതിനെക്കാട്ടിയും വലിയ സൈസ് ഉണ്ട് ഇതിന്. എന്തായാലും ഇതൊരു കോയിനെക്കാട്ടിലും വലിയൊരു വട തന്നെയാണ്. അതെ അതെ, എവിടെയും കിട്ടത്തില്ല ഇങ്ങനെ. അതെ. ഇത് ഇവർക്ക് എങ്ങനെയാണോ മുതലാവുന്നത് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ അറിയത്തില്ല. പക്ഷെ സാധനം എന്തായാലും പക്കായിട്ടുണ്ട്. സൂപ്പർ. പരിപ്പ് വടയാണ്. ഇതാണ് അവിടുത്തെ പരിപ്പ് വട. കറക്റ്റ് 1 രൂപ കോയിന്റെ ആ ഒരു കറക്റ്റ് 1 രൂപ കോയിന്റെ അത്ര വലിപ്പമുണ്ട്. അതിനേക്കാളും കുറച്ച് വലിപ്പമുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് അടുത്ത പരിപ്പ് വട. 1 രൂപയാണ് ഇതിന്റെ വില. ആ 1 രൂപ ആണെങ്കിൽ നല്ല ക്രിസ്പി എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് ടോപ്പ് നോച്ചാണ്. കാരണം അത് അവർ കുറച്ചിട്ടല്ലോ ഒരിടത്തും. സൂപ്പർ ആയിട്ടുണ്ട്. ആ റേറ്റിന്റെ കാര്യത്തിൽ സൈസിന് അത്ര കുറവുള്ളൂ. ബാക്കി ടേസ്റ്റിന്റെ കാര്യത്തിലും പരിപ്പുണ്ടായിരുന്നു. മാത്രം ഉണ്ടാവുള്ളൂ. ഇന്നുണ്ട്. കൊള്ളാം. ഇത് ഞാൻ ആള് കഴിച്ചിട്ടുണ്ട്. നജീബ് ഞാൻ കഴിച്ചിട്ട് ഇപ്പൊ ആൾമോസ്റ്റ് ഒരു 2 ഇയർ ആയി കാണും. 2 വർഷമായിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ട്. അതിന് മുന്നേ കഴിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് വേറൊരു ഒരു സ്റ്റോറി ഉണ്ട്. സ്റ്റോറി മീൻ കഴിഞ്ഞു പോയ ഒരു കാര്യം അറിയത്തില്ല. അതുകൊണ്ട് സംഭവം ഉണ്ട്. ഞങ്ങളെല്ലാ ഫ്രണ്ട്സുമായിട്ട് ഒന്നിച്ച് കണ്ടത്തിൽ അത് ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞിട്ട് ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിട്ട് ഇതേ കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. കാരണം 1 രൂപയുള്ളൂ വട, 5 രൂപയുള്ളൂ പൊറോട്ടയൊക്കെ. ഞങ്ങൾ പോയി ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് അപ്പൊ അറിയാലോ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നിട്ട്, ഇപ്പഴല്ല ഒരു 5 വർഷം മുന്നേ കോവിഡ് ടൈമിലൊക്കെ, അതിന് ആ ഒരു ടൈം പീരീഡിൽ ഫുഡ് കഴിച്ച് ഒന്നിച്ച് ഇവിടുന്ന് പോകും. സൈക്കിളിൽ വണ്ടി ഇവിടുന്നെല്ലാം ഒന്നിച്ച് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അതൊരു വൈബ്. അത് സൂപ്പർ ആയിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് കുളത്തിലൊക്കെ കുളിച്ചിട്ട്. കിട്ടുമ്പോഴത്തേക്കും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ റേറ്റ് എന്നുള്ള സംഭവം അല്ല പറഞ്ഞു വരുന്നത്. ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ആ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, ആ ഫ്രണ്ട്സായിട്ട് ഒന്നിച്ച് ഒരു വൈബായിട്ട്. പക്ഷെ ഇപ്പൊ ആര് തന്നെ അവരാരും ഇപ്പൊ ഇവിടെ ഇല്ല. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അവരെല്ലാരും ഓരോരുത്തരും അവരവരുടെ ജോലിക്ക്, ജീവിതം അങ്ങനെയാണ്, ലൈഫ് അങ്ങനെയാണല്ലോ. അവരവരുടെ ജോലിക്ക് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോകും. അവരങ്ങനെ പോയി. അത് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു ഫീൽ വരുന്നുണ്ട്. ബട്ട് അത് റിയാലിറ്റി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്യാമറമാൻ ടെമ്പായിട്ട് കഴിക്കുക. എപ്പോഴാ എടുത്ത് തീർക്കടാ വീഡിയോ. സ്ലോ മോഷനിൽ കഴിക്കാണ്ട് പെട്ടെന്നൊക്കെയാണ് പറയണേ. ഇനി അടുത്ത ഐറ്റം പൊറോട്ട ഓൾറെഡി കറി ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് ഫുട്ടേജ് എടുക്കാൻ ടൈം എടുത്ത്. അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കുതിർന്നിരിക്കുകയാണ് പൊറോട്ട ബീഫ് കറിയിൽ. നജി ഫസ്റ്റ്. അടുത്തൊന്ന് ഫോക്കസ് ചെയ്യണം. അവന്റെ ആ ടേസ്റ്റ് ഫേസിൽ അറിയണം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അടിപൊളി. അത്രേ ഉള്ളു സാധനം. വീട്ടിലെ സാധനമായിരിക്കും.
നമ്മ 5 രൂപന്റെ പൊറോട്ടയാണ് അല്ലെങ്കിൽ അങ്ങനെ ബീഫാണ്, ആ ഒരു വ്യത്യാസം ഇതിനകത്തില്ല. സാധനം കറക്റ്റ് ഒരു കടയിൽ പോയിട്ട് നമ്മ എങ്ങനെയാണ് കഴിക്കണം, അതേ ടേസ്റ്റില് അതേ ഐറ്റം. കുറച്ച് കറിയും കൂടെ വയ്ക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നീ എന്നെ ഇങ്ങോട്ട് ഒരു പൊറോട്ട വികാരം കൊള്ളിക്കും. 2 ബീഫ് കഷ്ണങ്ങൾ അങ്ങോട്ട് വെച്ചിട്ട് അടുത്ത് ഫോക്കസടാ. പൊറോട്ട എടുത്തിട്ട് 2 ബീഫ് കഷ്ണങ്ങൾ അകത്തോട്ട് വെച്ചിട്ട് അങ്ങോട്ട് ചുരുട്ടുക. ഇത് സിനിമയ്ക്കകത്ത് ഡയലോഗൊന്നുമല്ല, എല്ലാ മനുഷ്യന്മാരും കഴിക്കുന്ന ഇങ്ങനെയൊക്കെ തന്നെ. ഇങ്ങോട്ട് മുക്കി എടുത്തിട്ട് സാധനം സൂപ്പറായിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ആ റേറ്റ് അനുസരിച്ചാണോ അതോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണോ എനിക്ക് അറിയത്തില്ല. ആ സ്പൈസി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഫ്ലാറ്റ് ആയിട്ടിരിക്കുക. ഒരു ഗ്രാഫ് വന്നിട്ട് ഇങ്ങനെ പോകുന്നില്ല, ഒരു ഫ്ലാറ്റ് ആയിട്ടിരിക്കുക ആ സ്പൈസ് എന്ന് പറയുന്ന സാധനം. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ റേറ്റിൽ ഇതുപോലത്തെ ഒരു ഐറ്റം കിട്ടുമെങ്കിൽ ഭയങ്കര ലാഭമാണ്. ഓക്കെ, ഇപ്പം ഞാൻ വന്നിട്ട് പൊതുവെ വന്നിട്ട് സ്പൈസിയുടെ ഒരാളാണ്. എനിക്ക് വന്നിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഫീലാണ് തോന്നിയ കറി വന്നിട്ട്. ബട്ട് ഓക്കെയാണ് സാധനം, കുഴപ്പമൊന്നുമില്ല. ബീഫ് കഴിച്ചു, ആ സ്മൂത്ത് ഉണ്ടോ ബീഫ്? ഇറക്കിട്ട് പറ. കറിക്കകത്തുള്ള ബീഫിന്റെ കഷ്ണങ്ങളില്ലേ സൂപ്പർ സോഫ്റ്റാ, പക്കാ സോഫ്റ്റ് ആയിട്ടുണ്ട്. സൂപ്പർ സാധന, നല്ല സോഫ്റ്റാ. അത് കറിക്കകത്ത് എന്ന് പറയുമ്പോഴത്തേക്കുള്ള കറിക്കകത്ത് ഇരിക്കുന്ന ബീഫിന്റെ കഷ്ണങ്ങൾ വന്നിട്ട് ഭയങ്കര സോഫ്റ്റാ. അത് എങ്ങനെ കാണിക്കാം നിങ്ങളെ, എന്താ നല്ല സോഫ്റ്റ് ഉണ്ടോ, നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കുക ഈ സാധനം വന്നിട്ട്. ബീഫ് കഷ്ണം വന്നിട്ട് പക്കായിട്ട് കറിക്കകത്തുള്ള കഷ്ണങ്ങളൊക്കെ സൂപ്പർ ആയിട്ട് തന്നെ ഉണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വെന്തിട്ടുണ്ട് ശരിക്കും. അത് കഴിച്ചോ. വേറെ സംഭവം കാണിച്ചു തരാം. ഇത് പൊറോട്ട എടുക്കുക, ഇങ്ങോട്ട് വയ്ക്കുക. അടുത്തതാ പൊറോട്ട എടുക്കുക. ഒരു പൊറോട്ട, 3 ബീഫ് കഷ്ണങ്ങൾ, നടുക്ക് ഒരു പരിപ്പ് വട, ഒരു ഉള്ളി വട വച്ചിട്ട് ചുരുട്ടുക. പൊറോട്ട വെച്ച് കിഴിച്ച് കിടക്കുക. എന്നിട്ട് കഴിയില്ല ഈ പൊറോട്ട സൂപ്പറായിട്ടുണ്ട്. ആ പരിപ്പ് വടയുടെ ക്രിസ്പിയും ഉള്ളിവടയുടെ ആ ഒരു എരിവ് കലർന്ന ഒരു സോഫ്റ്റും കറി പൊറോട്ട അടി എടുത്തടി. അതെ അവിടെ കുഞ്ഞില്ലാതെങ്കിൽ ആറ് പിടിക്കും. കറി 80 രൂപയാണ്. അത് ആൾമോസ്റ്റ് മറ്റുള്ള ഹോട്ടലിൽ കിട്ടുന്നോട്ട് തന്നെ സെയിമാണ്. അത് 80 രൂപ. ഓക്കെ, പൊറോട്ട 5 രൂപ. മീശയില് താടിയയില് എല്ലാത്തിലും ഉണ്ട്. ഇത് കൂട്ടത്തെ കുറെ ടൈപ്പ് ടീംസ് ഉണ്ട്. മീശ വളക്കും, മീശയൊക്കെ പോയി സേവ് ചെയ്യണം, പോയി കട്ട് ട്രിം ചെയ്യണം. പോയി ചായ പിടിക്കുമ്പോ ബ്രഷ് മുങ്ങുന്ന പോലെ ചായക്കകത്തോട് മുങ്ങും. ഇങ്ങനെ ഇത് മീശ മുക്കി ഇങ്ങനെ എടുക്കും. അല്ല, അത് കാര്യമാക്കണ്ട. അത് ഇതുപോലത്തെ താടിയും മീശയും നമ്മുടെ അത്ര ഇല്ലാത്തമാരുടെ ഒരു ഇത് താടി മീശ. ഓക്കെ, താടി മീശ എടുത്ത് തോന്നല്ല. അപ്പൊ ഇത്രയാണ് സംഭവം. ഇതിലെ റേറ്റിംഗ് പറയാം. സോ ഫുഡ് ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇവരുള്ള ആ ഒരു കടയിൽ നിന്നാണ് ഫുഡ് മേടിച്ചത്. സോ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള നമ്മുടെ പിള്ളേർക്ക് അറിയാം ആ കടയെ കുറിച്ച് കാര്യങ്ങളൊക്കെ. റേറ്റിംഗ് പറയാം. 5 റേറ്റിംഗ്. ഓക്കെ, 5 5 ഉള്ളിവടയ്ക്ക്, പരിപ്പ് വടയ്ക്ക്, പൊറോട്ട, ബീഫിന്റെ കറിക്ക് എത്ര റേറ്റിംഗ് എന്നുള്ളത് 1 by 1 ആയിട്ട് പറയാം. എനിക്ക് വന്നിട്ട് ഉള്ളിവട
5 4.7 എന്ന് ഞാൻ പറയും. കാരണം 7 എന്ന് പറഞ്ഞാൽ കാരണം ബാക്കി സൂപ്പറായി ഇത്ര ഹെവി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് 4.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടിച്ച് കഴിക്കുമ്പോഴത്തേക്ക് ഇത് തീരെ ചെറുതാ. അപ്പൊ നമുക്ക് വന്നിട്ട് ഒറ്റ കടിക്കാൻ അത് തീരും, ആ സംഭവം തീരും. അതുകൊണ്ട് 4.7 ടേസ്റ്റ് വൈസ് സൂപ്പർ. ഇതേ സെയിം കാര്യം തന്നെ എനിക്കുള്ളൂ. പക്ഷെ ഞാൻ മനസ്സുദ്ദേശിച്ചത് 4.5 ആണ്. കാരണം ഇതേപോലെ തന്നെ എല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷെ നമുക്ക് അവിടെ വായിൽ വെക്കാനുള്ളൊരു സൈസ് ഇതില്ല. എന്നാലും സൂപ്പർ സാധനം, കഴിക്കാൻ നല്ല അടിപൊളിയാ. ഒക്കെ അടുത്ത പരിപ്പോട വന്നിട്ട് ക്രിസ്പിയാണ് സാധനം. വന്നിട്ട് അത്യാവശ്യം ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള, അല്ലെങ്കിൽ ഒരു നോർമൽ പരിപ്പോട എങ്ങനെയാണോ ആ ഒരു സെയിം ടേസ്റ്റ് വൈസ് സെയിം ആയിട്ടുണ്ട്. പക്ഷെ അതിന് പരിപ്പോട സൈസ് ഇത്രയും 1 രൂപയാണ്. 1 രൂപയ്ക്ക് ഇതൊക്കെ പറഞ്ഞ ന്യായമാണെന്ന് ചോദിക്കും. എന്നാലും നമുക്ക് ഒറ്റ കടിക്ക് സാധനം തീർന്നു പോകുമല്ലോ, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അല്ലെങ്കിൽ നമുക്ക് വന്നിട്ട് ഈ 1 രൂപ എന്ന് പറഞ്ഞ പ്രൈസിന് ഈ പരിപ്പോട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 5-ൽ 4.78 4.8 വെച്ചോ. ഞാൻ എൻ്റെ റേറ്റ് 4.8. നിനക്കോ? എനിക്ക് ഏകദേശം സെയിം റേറ്റിംഗ് ഒക്കെ തന്നെയാണ്. കാരണം പരിപ്പട എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് റേറ്റിംഗ് അല്ല, എത്ര റേറ്റ് എന്ന് പറയണം. അതല്ല 4.7 ആ ഒരു റേറ്റിംഗ് തന്നെയാണ് വരുന്നത്. കാരണം വേറെ ഒന്നല്ല, ഈ പരിപ്പടക്ക് സാധാരണ നമ്മ എങ്ങനെയാണ് കടയിൽ നമ്മ ഒരു 10 രൂപക്കും അല്ലെങ്കിൽ 8 രൂപക്കും സാധാരണ കടകളൊക്കെ 8 രൂപ 10 രൂപയാണ് പരിപ്പട വരുന്നത്. പരിപ്പട വരുമ്പോഴത്തേക്കും സാധാരണ പരിപ്പട ഉണ്ടാവണ എന്തൊക്കെ ഐറ്റംസ് ഇതിനകത്തുണ്ടോ, അത് ഉള്ളിയോട പഴംപൊരി എല്ലാത്തിനും GST ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം അഡീഷണൽ ആയിട്ട്. അതെ, അപ്പൊ അത് സാധാരണ ഉണ്ടാവുന്ന പരിപ്പടയിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതെല്ലാം ഒന്നും വിടാതെ എല്ലാം ഇതിനകത്തുണ്ട്. ആകെ കുറവുള്ള സൈസിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും പക്കയാണ്, ഒന്നും പറയില്ല. വേറെ മോശമായിട്ട് ചെയ്ത് ഒന്നും പറയില്ല. ബാക്കി എല്ലാം സെയിം ആയിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് പൊറോട്ട 5-ൽ 5 റേറ്റിംഗ് പറയും. കാരണം അത് ആ ഒരു ചില കടയിൽ പോയി നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആ പൊടിയുടെ ആ മാവിന്റെ പൊടി തന്നെ ഒരു ഇങ്ങനെയാണ്. അല്ലെങ്കിൽ വന്നിട്ട് ചില വന്നിട്ട് ഉണങ്ങി കരിക്കൊട്ട വിട്ടിരിക്കും. വേറെ ചില സ്ഥലത്തൊക്കെ വന്നിട്ട് ഒരുമാതിരി എണ്ണമായി ഇല്ലാത്ത രീതിയിൽ വന്നിട്ട് വളരെ ഇതായിട്ടിരിക്കും. പക്ഷെ ഇതിൽ വന്നിട്ട് സൂപ്പറായിട്ടുണ്ട്. ആ മയത്തിലും വന്നിട്ട് സൂപ്പറായിട്ടുണ്ട്. ആ ഒരു സ്മൂത്ത് വന്നിട്ട് പക്കായിട്ടുണ്ട്. സോ എനിക്ക് വന്നിട്ട് 5-ൽ 5 തന്നെ ഞാൻ പറയാം ഈ പൊറോട്ടയുടെ കാര്യത്തിൽ റേറ്റിംഗ്. കാരണം ആ പ്രൈസിൽ 5 രൂപയ്ക്ക് സൂപ്പറായിട്ടുണ്ട്. നിനക്കോ? ഞാൻ പറയുകയാണെങ്കിൽ പൊറോട്ടയുടെ കാര്യത്തിൽ അത് ശരിയാ, നല്ല സോഫ്റ്റ് ആണ്, എല്ലാം പക്കയാണ്. പിന്നെ 5 രൂപയല്ലേ ഉള്ളൂ, അതിന്റെ ഒരു സൈസിന്റെ കുറവ് എല്ലാത്തിലും അങ്ങനെ തന്നെ. പിന്നെ ഇപ്പൊ മോർ ദാൻ 5 കൊടുക്കാനാണെങ്കിൽ ഞാൻ അത് കൊടുക്കും. പക്ഷെ ഇപ്പൊ 5 ഇട്ടുകൊണ്ട് ഇതേപോലെ സെയിം തന്നെ 5. ഞാൻ പറയുന്നത് അങ്ങ് എടുത്ത് പറയാം. അല്ല അടുത്ത ബീഫ് ഫ്രൈഡ്. നീ ഫസ്റ്റ് പറ. ബീഫ് ഫ്രൈഡ് ഞാൻ പറയാം. ബീഫ് ഫ്രൈ അല്ല, ബീഫ് റോസ്റ്റ് അല്ലേ? കറി ബീഫ് റോസ്റ്റ് ഒരു കോളാന്ന. ഓക്കെ, ബീഫ് റോസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ കടകളിൽ ബീഫ് റോസ്റ്റ് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കേണ്ട അതെ ആ ഒരു ലെവലിലോട്ട് വന്നിട്ടില്ലെങ്കിലും ഓക്കെ. ഈ റേറ്റിന് ഇപ്പൊ സാധനം മേടിക്കുമ്പോൾ 100 110 രൂപ കടകളിൽ വരും. പക്ഷെ ഇതൊരു 80 രൂപ റേറ്റാണ് വരുന്നത്. ആ റേറ്റിനുള്ള ബീഫ് റോസ്റ്റ് ഉണ്ട്. പിന്നെ സൂര്യ പറഞ്ഞത് തന്നെ എരിവിന്റെ കാര്യത്തിൽ ചെറിയൊരു കുറവേ ഉള്ളൂ, സ്പൈസിയുടെ കാര്യത്തിൽ ചെറിയ കുറവേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും പക്കയാണ്. ഇപ്പൊ ബീഫ് കാണിച്ചത് തന്നെ നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പക്കയായിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതിന്റെ റേറ്റിംഗ് പറയുകയാണെങ്കിൽ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു 4.5 കൊടുക്കും. എന്റെ റേറ്റിംഗ് പ്രൈസ് വൈസ് ഓക്കെ. പക്ഷെ എനിക്ക് സ്പൈസി, എനിക്ക് എരിവ് എന്ന് പറഞ്ഞ സാധനം നന്നായിട്ട് കഴിക്കുന്ന ഒരാളാണ്. ഇതിൽ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നത് എരിവ്, ഒരു ഫീലേ വരുന്നില്ല, എരിവിൻ്റെ ഒരു ഫീലേ വരുന്നില്ല. അതുകൊണ്ട് 5-ൽ ഒരു 3.6 ഞാൻ കൊടുക്കത്തുള്ളൂ. കാരണം ആ ഒരു ടേസ്റ്റ് വരുന്നില്ല എനിക്ക് അങ്ങോട്ട്, എരിവ് ഇല്ലാത്തതുകൊണ്ട്. ബാക്കി ബീഫൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തന്നെ പക്ക സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട്. എരിവ് പ്രോപ്പറായിട്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വന്നിട്ട് 3.6 5-ൽ. സോ ഇതാണ് ഞങ്ങളുടെ റേറ്റിംഗ്. ഈ കടയിൽ മേടിച്ച ഫുഡിൻ്റെ ഇതാണ്. സോ ഇത് ഫുഡ് ബ്ലോഗ് ആണോ ചോദിച്ചാൽ എനിക്കറിയില്ല. സോ ഞങ്ങൾ ഇതിന് മുന്നേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. സോ ഫുഡ് ബ്ലോഗ് എങ്കിൽ ഫുഡ് ബ്ലോഗ് ഓക്കെ. അതെന്തായാലും വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ളത്
താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ പറയുക എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എന്നുള്ളത്. കാരണം ഇതുവരെ ഞങ്ങൾ ഗോസ്റ്റ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം വന്നിട്ട് കമന്റ് സെക്ഷനിൽ താഴെ പറയുക. അല്ല, ഇങ്ങനത്തെ ഒരു വീഡിയോ ഒരു ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഒരു പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പറയാം. സോ ഇതാണ് സംഭവം. ഞങ്ങളിപ്പോൾ വന്നിട്ട് നിങ്ങൾ കാണാൻ പറ്റുന്ന ടൈം ലാപ്സ് ആയിരിക്കും. പെട്ടെന്ന് അടിച്ച് നോക്കൗട്ട് ആക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കാം. ഗായ്സ് ഇപ്പം അടിച്ച് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട് ഫുഡെല്ലാം. സോ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഫുഡ്. സോ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. വയറ് നിറഞ്ഞിട്ടുണ്ട്. നജീബിന്റെ വയറ് നിറഞ്ഞിട്ടുണ്ട്. ഇത്രയുള്ള ഗൈസ് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് താഴെ കമന്റ് സെക്ഷനിൽ പറയാം. എന്തുവാ നീയൊക്കെ എന്തുവാണ് നീയൊക്കെ വായിക്കൂടെ ഇറക്കിയിട്ട് പുറകെ കൂടെ കളയുവാണ് നീയൊക്കെ എന്താ വെറുതെ പൈസ കളയുന്നത്? എന്റെ ദൈവമേ. I'm